മനുഷ്യരെ കാണാതായ അനവധി കേസുകൾ ലോകത്തുണ്ട്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അങ്ങേയറ്റം കുഴപ്പിച്ച, ലോകത്തെ തന്നെ ഞെട്ടിച്ച 3 മാൻ മിസ്സിംഗ് കേസുകളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. വർഷം 1927 മെയ് 8. ഫ്രാൻസിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആ രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത അവരുടെ ഹീറോകളായ 2 പൈലറ്റുമാർ ഒരു സാഹസിക യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അവരുടെ ലക്ഷ്യം പാരീസിൽ നിന്ന് 5800 കിലോമീറ്റർ ദൂരമുള്ള ന്യൂയോർക്കിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുക എന്നതായിരുന്നു. ചാൾസ് സുംഗസറും ഫ്രാൻസ്വാ കോളിയുമായിരുന്നു അവർ. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. കാരണം ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു സാഹസത്തിന് 2 പൈലറ്റുമാർ മുതിരുന്നത്. ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി പറത്തിയാൽ മാത്രമേ അവർക്ക് ന്യൂയോർക്കിൽ ഇറങ്ങാനായിട്ട് സാധിക്കൂ. അതിനവർ തിരഞ്ഞെടുത്തത് 2 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ഒരു വിമാനമായിരുന്നു. ആ വിമാനത്തിൻ്റെ പേരായിരുന്നു വൈറ്റ് ബേർഡ്. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മെയ് 8 ആ വിമാനം പാരീസിൽ നിന്ന് പറന്നുയർന്നു. 5800 കിലോമീറ്റർ അകലെ ന്യൂയോർക്കിൽ അവരെ കാത്ത് വലിയൊരു സംഘം നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ആ വിമാനം അവിടെ എത്തിയതേയില്ല. വിമാനം എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എത്താത്തതിനെ തുടർന്ന് 2 രാജ്യത്തെയും അധികൃതർ വളരെയധികം പരിഭ്രാന്തരായി. അവരെല്ലാ സ്ഥലങ്ങളിലും തിരച്ചിൽ തുടങ്ങി. പക്ഷേ വിമാനം ഒരിക്കലും കണ്ടെത്താൻ സാധിച്ചതില്ല. ആ വിമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത്. അത് വിമാനം പറന്നുയർന്ന ശേഷം ആ വിമാനത്തിൽ നിന്ന് വേർപെട്ടു പോയ ലാൻഡിംഗ് ഗിയറാണ്. 2 രാജ്യങ്ങളും ആ വിമാനം തിരക്കി പല സ്ഥലങ്ങളിലായി നടക്കാനായിട്ട് തുടങ്ങി. അത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളരെ അവിചാരിതമായി അവർക്കൊരു ക്ലൂ കിട്ടുകയാണ്. കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലുള്ള ഗ്രാമീണർ ഒരു ചെറു വിമാനം അവർ ഈ പറഞ്ഞ തീയതികളിലായി ആകാശത്തുകൂടെ പറന്നു പോകുന്നതിൻ്റെ ശബ്ദം കേട്ടു അത്രേ. പക്ഷേ അത് ആ വിമാനം തന്നെയാണോ എന്ന് അവർക്ക് ഒരിക്കലും സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചില്ല. ഇന്ന് വർഷം 2026 ആയിട്ട് പോലും ഈ വൈറ്റ് ബേർഡ് എവിടെയാണ് പോയതെന്ന്, അതിലുണ്ടായിരുന്ന ഫ്രാൻസിലെ സാഹസികരായ ആ 2 പൈലറ്റുമാർക്ക് എന്ത് സംഭവിച്ചുവെന്നും കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. ആ വിമാനം വായുവിൽ വെച്ച് മറ്റേതോ ഒരു സമയ മേഖലയിലേക്ക് പോയിട്ടുണ്ടാവാം എന്ന നിഗമനത്തിൽ പലരും എത്താനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും തകർന്നു വീണിട്ടുണ്ടാവണം. ആ പൈലറ്റുമാർ 2 പേരും മരിച്ചിട്ടുണ്ടാവണം. ഒന്നാമത്തെ കഥ കേട്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. അത് വളരെയധികം രസകരമായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള, എന്നാൽ നമ്മളെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കഥയാണ്. വർഷം 1971 നവംബർ 24 അമേരിക്കയിൽ പോർട്ട്ലാൻഡിൽ നിന്ന് സിയാറ്റിലേക്കുള്ള ഒരു വിമാനം യാത്ര പുറപ്പെടാൻ പോവുകയാണ്. നോർത്ത് വെസ്റ്റ് ഓറിയൻ്റൽ എയർലൈൻസിൻ്റെ വിമാനമാണ്. ആ വിമാനത്തിൽ വളരെ മാന്യനായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരുപക്ഷെ ആ വിമാനത്തിൽ കയറിയതിൽ ഏറ്റവും മാന്യനായിട്ടുള്ള മനുഷ്യൻ അയാളായിരുന്നു. അയാളുടെ പേര് DB കൂപ്പർ എന്നായിരുന്നു. വളരെ മനോഹരമായിട്ട് സ്യൂട്ടൊക്കെ ധരിച്ച് ടൈയൊക്കെ കെട്ടി അയാൾ ആ വിമാനത്തിനകത്തേക്ക് കയറി. വിമാനം പറന്നുയർന്നു എന്ന് ഉറപ്പായപ്പോൾ അയാൾ അവിടെ നിന്ന എയർ ഹോസ്റ്റസിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. തൻ്റെ കയ്യിലുള്ള സ്യൂട്ട് കേസിൽ ബോംബാണെന്നും ഇത് ഈ വിമാനത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്നും അയാൾ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു. അവർ വളരെയധികം പരിഭ്രാന്തയായി. വേഗത്തിൽ അവർ പൈലറ്റിനെ വിവരം അറിയിച്ചു. എന്താണ് കൂപ്പറിൻ്റെ ആവശ്യമെന്ന് പൈലറ്റ് തിരക്കിയപ്പോൾ തനിക്ക് $2 ലക്ഷം പകരമായി വേണമെന്നും, അതുമാത്രമല്ല തനിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ട് പാരച്യൂട്ടും വേണമെന്നും അയാൾ പറഞ്ഞു. സിയാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം തരപ്പെടുത്തി തരാമെന്ന് പൈലറ്റ് അയാൾക്ക് വാക്കുകൊടുക്കുന്നു. വളരെ സുരക്ഷിതമായി വിമാനം സിയാറ്റിൽ ഇറക്കുന്നു. എന്നാൽ ട്വിസ്റ്റ് ഉള്ളത് ഇനിയാണ്. താൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ലെന്നും തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ തരണമെന്നും DB കൂപ്പർ വാശി പിടിക്കുകയാണ്. അതോടുകൂടി അയാൾക്കതെല്ലാം നൽകുന്നു. എന്നാൽ അയാൾ വീണ്ടും വിമാനത്തിൽ തന്നെ ഇരിക്കുകയാണ്. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കണമെന്നും എത്രയും പെട്ടെന്ന് വിമാനം മെക്സിക്കോ സിറ്റിയിലേക്ക് പറത്തണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. അയാളുടെ ആവശ്യപ്രകാരം അവർ ആ വിമാനം മെക്സിക്കോ സിറ്റിയിലേക്ക് പറത്തുകയാണ്. രാത്രിയിൽ കാടിന് മുകളിലൂടെയായിരുന്നു യാത്ര. നല്ല മഴയുള്ള ദിവസമായിരുന്നു. വിമാനം പറന്ന് കുറച്ച് സമയമായപ്പോൾ എയർ ഹോസ്റ്റസ് പിറകിൽ വന്ന് DB കൂപ്പർ ഉണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ അവർ ഞെട്ടിപ്പോയി. DB കൂപ്പർ അവിടെ എങ്ങും ഇല്ലായിരുന്നു.
അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയിരുന്നു. അവരെ ഏറ്റവും അതിശയപ്പെടുത്തിയത് ആ മഴയുള്ള ദിവസം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കാടിന് മുകളിലേക്ക്, അതും രാത്രിയിൽ അയാൾ എടുത്തു ചാടി എന്നുള്ളതാണ്. വിമാനത്തിൽ നിന്ന് ലഭിച്ച അയാളുടെ വസ്ത്രത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് അയാളുടെ ജോലി ഏകദേശം അവർ ഊഹിച്ചെടുത്തു. പിന്നീട് ഈ DB കൂപ്പറിനെ കുറിച്ച് FBI ഒരു അന്വേഷണം നടത്തി. അയാൾ ഇറങ്ങാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ പരിശോധിച്ചു. പക്ഷേ ഒരു പാരച്യൂട്ട് വീണതിൻ്റെ ലക്ഷണം ആ കാട്ടിലെങ്ങും അവർക്ക് കണ്ടെത്താനായിട്ട് സാധ്യതയില്ല. എന്നാൽ എല്ലാത്തിനും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകും എന്നുള്ളത് സത്യമായി. 1980 കൊളംബിയ നദിക്കരയിൽ നിന്ന് ഒരു കുട്ടിക്ക് $1 കുറച്ച് നോട്ടുകൾ കിട്ടുകയായിരുന്നു. അവയെല്ലാം ഭാഗികമായി നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. ആ നോട്ടുകളുടെ സീരിയൽ നമ്പർ ഒത്തുനോക്കിയപ്പോൾ അവയ്ക്ക് DB കൂപ്പറിന് കൊടുത്ത അതേ നോട്ടുകളുടെ സീരിയൽ നമ്പർ തന്നെയായിരുന്നു. അതിൽ നിന്നും കൂപ്പർ സേഫായി ലാൻഡ് ചെയ്തു എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. പക്ഷേ അയാൾ എവിടെ പോയി, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് പിന്നെ ഒരിക്കലും കണ്ടെത്താനേ സാധിച്ചില്ല. FBI പോലും ഈ കേസിന് പിന്നീട് തുമ്പ് കണ്ടെത്താനേ സാധിച്ചില്ല. 2016 ഈ കേസ് അവരെ എന്നേക്കുമായി അവസാനിച്ചു. ഇന്നും അതൊരു അൺസോൾവ്ഡ് കേസായി തുടരുകയാണ്. ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു തിരോധാന കേസായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥിയായ ബ്രയാൻ ഷാഫർ എന്ന വ്യക്തിയുടെ തിരോധാനം. 2006 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. ബ്രയാനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒഹായോ എന്ന സ്ഥലത്ത് വൈകുന്നേരം പലതരം ബാറിലായിട്ടൊന്ന് കയറി ഇറങ്ങാനായിട്ട് തുടങ്ങി. അവസാനം അവർ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ലോക്കൽ ബാറിൽ കയറി. ആ ബാറിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. കയറാനും ഇറങ്ങാനും ഒരു ഡോർ മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ മാത്രമേ CCTV വെച്ചിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ബാറിൽ കയറി അല്പം മദ്യപാനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാർക്കൊരു കാര്യം മനസ്സിലായത്. ബ്രയാനെ അവിടെ എങ്ങും കാണാനില്ല. അവരവിടെ എല്ലാം അന്വേഷിച്ചു നടന്നു. ബാർ ജീവനക്കാരോട് ചോദിച്ചു. അവരെല്ലാം പറഞ്ഞത് അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നായിരുന്നു. അവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് തന്നെ ബാർ ജീവനക്കാർ അവിടെയുള്ള റൂമുകളെല്ലാം പരിശോധിച്ച് നോക്കി, സ്റ്റോർ റൂമുകളും മറ്റെല്ലാം നോക്കി. പക്ഷേ ബ്രയാനെ അവിടെ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അടുത്ത ദിവസം കൂട്ടുകാർ ബ്രയാൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു സത്യം അറിയുന്നത്. അയാൾ വീട്ടിലെത്തിയിട്ടില്ല. അവർ വളരെ പരിഭ്രാന്തരായി. അവർ പോലീസ് സ്റ്റേഷനിലെത്തി അവരോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പോലീസ് വന്ന് CCTV പരിശോധിച്ചു. ശരിക്കും CCTV പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. ഇത് തങ്ങളെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയൊരു കേസായി മാറുമെന്ന്. കാരണം ബ്രയാൻ അകത്തേക്ക് കയറുന്ന രംഗം വളരെ വ്യക്തമായിട്ട് CCTV പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ പുറത്തിറങ്ങുന്ന ഒരു രംഗം പോലും ഇല്ല. ബാർ ജീവനക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാം പോലീസ് വീണ്ടും വീണ്ടും വിളിപ്പിച്ചു. പലതവണ ചോദ്യം ചെയ്തു. ബാർ ജീവനക്കാർ പറഞ്ഞ ഒരു കാര്യം, അന്ന് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരെയും തങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ്. ബ്രയാൻ പുറത്തിറങ്ങുന്ന വീഡിയോ എന്തുകൊണ്ട് വന്നില്ല? കാരണം അവിടെ ഒരു ഡോർ മാത്രമാണുള്ളത്. കയറിയ അയാൾ അതുവഴി തന്നെ തിരിച്ചു വരികയും വേണം. തിരിച്ചു വന്ന ഒരു രംഗം പോലും ഇല്ല. എങ്കിൽ അയാൾ വല്ല വേഷം മാറിപ്പോയതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അയാൾ എന്തുകൊണ്ട് പിന്നെ എങ്ങും പ്രത്യക്ഷപ്പെട്ടില്ല? പലതരം നിഗമനങ്ങൾ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ബ്രയാൻ അബദ്ധത്തിൽ ബാറിൽ മരിച്ചു വീണതാകാമെന്നും അവിടെയുള്ളവർ പിന്നെ ആരും അറിയാതെ അയാളെ കുഴിച്ചിട്ടതാണെന്നും ഉള്ള പലതരത്തിലുള്ള നിഗമനങ്ങൾ പിന്നീടുണ്ടായി. എന്നാൽ ഇന്നും അയാൾ എവിടെയാണ് പോയതെന്ന് കണ്ടെത്താനേ പോലീസിന് സാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള അവിശ്വസനീയമായ കഥകൾ ധാരാളമുണ്ട് നമ്മുടെ ഭൂമിയിൽ. പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.